proper explanation should be given regarding a concept through proper use of aviates and illustrations. The teacher should ask to the students in between whether they need extra clarification, and if the class demands it, she should provide it. ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലായോ എന്ന് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇനി ക്ലാരിഫിക്കേഷൻ വേണോ എന്ന് ചോദിച്ചിട്ടാവാം. ചിലപ്പോൾ കുട്ടികളുടെ മുഖം നോക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് മനസ്സിലായോ ഇല്ലയോ എന്ന്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് കൊടുത്തിട്ട് വേണം ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. The teacher should provide adequate clarification of concepts by citing examples or through illustrations. She should assess the need for further clarification in between classes and should provide it if needed. The next lecturing technique is time management. The teacher should always maintain a proportion between the time and the content. എത്രമാത്രം സമയമാണ് നമ്മളുടെ കയ്യിലുള്ളത്, എന്തോരം കണ്ടന്റ് ആണ് പഠിപ്പിക്കാനുള്ളത് എന്ന് വെച്ചിട്ട് വേണം ഒരു ലെക്ചറിനെ ഓർഗനൈസ് ചെയ്യാനായിട്ട്. നമ്മളുടെ കയ്യിൽ എക്സസീവ് ടൈം ഉണ്ട്. ഒരു കുഞ്ഞു കൺസെപ്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഇൻകൾക്കേറ്റ് മെനി ഇല്ലസ്ട്രേഷൻസ്, മെനി എക്സാമ്പിൾസ്, ഇൻട്രാക്റ്റീവ് സെഷൻസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ ലെക്ചർ എടുക്കാം. പക്ഷേ ലാർജ് കണ്ടൻറ്റും വളരെ കുറച്ച് തുച്ഛമായ ടൈമുകൾ ഉള്ളെങ്കിൽ അവിടെ കീ പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് ആ അലോട്ടഡ് ടൈമിൽ തന്നെ ആ കൺസെപ്റ്റ്സ് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ടീച്ചർ ശ്രദ്ധിക്കണം. The teacher should maintain a proportion between the time and the content. Keeping this proportion will allow the teacher to cover the stipulated topic within the allotted time, and restricting the tendency to deviate from the main objective of the lecturing also allows in saving time. Like നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് പല ഇൻസിഡൻസും ഓർമ്മ വരും അല്ലേ. ടീച്ചേഴ്സും സാധാരണ മനുഷ്യരാണ്, അവരുടെ ശ്രദ്ധയും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലാസ്സിന് ടൈം തീരാറാവും. അപ്പോൾ എന്ത് ചെയ്യും, ഓടിച്ചു പിടിച്ചിട്ട് എല്ലാ സ്ലൈഡും കൂടി അങ്ങോട്ട് വായിച്ചിട്ട് പോവും. സോ ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ ഇൻ എ ക്ലാസ്. ദർ ഷുഡ് ബി പ്രോപ്പർ proportion that is maintained between the time and the content. So these are the different lecturing techniques. Time management, നിങ്ങൾ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. Time management, providing further clarifications, elicit feedback from the students, simple plans and key points, judicious use of aviates, control of annoying mannerisms, proper body language, adequate pacing, voice gradation and voice quality, as well as spontaneity. നിങ്ങൾ ഇനി പ്രാക്ടീസ് ടീച്ചിങ്ങിന് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്ത് ലെക്ചർ പ്രോപ്പറായിട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിററിൻ്റെ മുമ്പിൽ 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാനായിട്ട് വരിക. സോ ദാറ്റ് യു വിൽ ഹാവ് ആൻ എഫക്റ്റീവ് ലെക്ചറിങ് ടെക്നിക്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ലെക്ചർ മെത്തേഡ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലെക്ചർ മെത്തേഡ് വളരെ എക്കണോമിക്കൽ മെത്തേഡാണ്. ഇവിടെ നമ്മൾക്ക് ഹൈഫൈ ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും വേണ്ട അല്ലേ. ഒരു ടീച്ചറും ഒരു പോഡിയോ ഒരു ചെറിയ ലാപ്ടോപ്പും ഒരു ചെറിയ പ്രൊജക്ടറും ഉണ്ടെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ് ലെക്ചർ. പണ്ടത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ലാപ്ടോപ്പും പോലും വേണ്ട, ഒരു ക്ലാസ്സും കുറേ കുട്ടികളും ഒരു ടീച്ചറും ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നടക്കുന്ന ഒരു കാര്യമാണ് ലെക്ചർ. It is very economical method of teaching as compared to other methods like simulation. അതിനൊക്കെ കുറേ ടെക്നോളജിക്കൽ അഡ്വാൻസസ് വേണ്ടി വരും. That is why it is the most preferred method of teaching. The next thing is students can gain more information from lectures rather than reading a book. ഒരു ലെക്ചർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടീച്ചർ പല ബുക്സ് റെഫർ ചെയ്തിട്ടായിരിക്കും ഒരു ലെക്ചർ പ്രിപ്പയർ ചെയ്യുക. And that's why the students are very informative in attending a lecture
rather than reading a book. ഒരു ബുക്കിലെ കാര്യം മാത്രമല്ല പല ബുക്സിലെ കാര്യങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടും എക്സ്പ്ലനേഷൻസ് ഉള്ളതുകൊണ്ടും ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ്. A well-designed and thoughtfully delivered lecture stimulate the students and promote thinking process. സോ പലപ്പോഴും ലെക്ചറിനെതിരെയുള്ള ഒരു ആരോപണമാണ് ഇത് പാസീവായിട്ടുള്ള ഒരു കാര്യമാണ്, സ്റ്റുഡൻസ് വെറുതെ ഇരുന്നിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോവുകയേ ഉള്ളൂ എന്ന്. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുക വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ലെക്ചറാണ് എങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ ആക്ടിവിറ്റി കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കൂടി ഒരു ടീച്ചർക്ക് പറ്റും. ഇറ്റ് എൻഹാൻസസ് ദി ലിസണിങ് കപ്പാസിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. ഇവിടെ വളരെ ക്ഷമയും അതുപോലെ തന്നെ ടീച്ചർ പറയുന്ന കേൾക്കാനുള്ള സഹനശക്തിയും കുട്ടികൾക്ക് ഉളവാക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ലെക്ചറിങ്. ഇറ്റ് എൻഹാൻസസ് ദി ലിസണിങ് കപ്പാസിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. It can be employed to meet the learning needs of any group of students. ഏത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് പറ്റിയൊരു മെത്തേഡാണ് ലെക്ചറിങ്. ലൈക്ക് LKG പഠിപ്പിക്കുന്ന ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് വലിയൊരു ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് കുറേ ഫ്ലൂയിഡ്സും ഗ്യാസസും അതും തമ്മിലുള്ള എക്സ്പെരിമെൻറ്റും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല അല്ലേ. അതേസമയം സിമ്പിളായിട്ടൊരു ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കഥ പറയുന്ന പോലെ അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായെന്ന് വരും. That's why we say that it can be employed to meet the learning needs of any group of students. These are the advantages of lecturing. It is the most economical method of teaching. Students can gain more information from lecture rather than reading a book. It is whenever a lecture is well designed and thoughtfully delivered, lectures stimulate the students and promote the thinking process. It enhances the listening capacity of the students. It can be employed to meet the learning needs of any group of students. Now let's see the disadvantages of lecturing method. Disadvantage mainly happens when the lecture is not properly planned. Adequate preparation illade ഒരു lecture എടുക്കാൻ വരുമ്പോഴാണ് എല്ലാ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവുക. വിത്തൗട്ട് ആഡിക്വേറ്റ് പ്രിപ്പറേഷൻ ഓഫ് ലെക്ചേഴ്സ് ദേ വിൽ ഫെയിൽ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്. സോ ആ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ കൂടെ പറഞ്ഞു കൊടുക്കാനിരുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കുട്ടികൾ അച്ചീവ് ചെയ്തെന്ന് വരില്ല when the teacher is not prepared fully. Lectures are more concerned with teaching facts and information while less importance is given to problem solving, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇത് പഴയൊരു കൺസെപ്റ്റാണ്. ക്ലാസ്സിൽ വന്നിട്ട് ബ്ലാ 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 എന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ കുറേ ഫാക്ട്സും കൺസെപ്റ്റ്സും മാത്രമാണ് പറഞ്ഞിട്ട് പോവുക. അവിടെ കുട്ടികളുടെ തിങ്കിങ് പ്രോസസ്സിനെയോ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയോ ഡിസിഷൻ മേക്കിങ്ങിനെയോ ഒന്നും എൻഹാൻസ് ചെയ്യില്ല. ഇത് ഓവർകം ചെയ്യാനായിട്ട് ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താ ചെയ്യുക? ക്ലാസ്സിൽ പ്രോബ്ലംസ് ആക്ടിവിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ കുട്ടികൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ അവരുടെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുകയും ചെയ്യും. Students remain passive and participate less in the teaching learning process if the lectures are ill prepared. It is not conducive for meeting individual learning needs. So ഓരോ കുട്ടികളുടെയും അവരവരുടെ ലേണിംഗ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ലെക്ചർ മെത്തേഡിന് പറ്റില്ല. ഒരു ഹോൾ ഗ്രൂപ്പിനെ മാത്രമേ ഈ ഒരു ലെക്ചർ മെത്തേഡ് അഡ്രസ്സ് ചെയ്യുള്ളൂ. ഓരോ കുട്ടിയെയും ഫോക്കസ് ചെയ്യാനായിട്ട് ലെക്ചർ മെത്തേഡിൽ പറ്റില്ല. These are the disadvantages. Without adequate preparation of lectures, it will fail to attain the objectives. Lectures are more concerned with the teaching of facts rather than problem solving, critical thinking and decision making. Students remain passive and participate less in the teaching learning process. It is not conducive for meeting the individual learning needs. ഇനി ഇതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള കുറേ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് തിങ് ഇസ് എംഫസൈസ് ഹയർ ലെവൽ ഇൻ്റലക്ച്വൽ സ്കിൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെക്ചറിൽ വെറുതെ കുറേ ഫാക്ട്സും കൺസെപ്റ്റ്സും പറഞ്ഞു കൊടുക്കാതെ അവരുടെ ഹയർ ഇൻ്റലക്ച്വൽ സ്കിൽസായ ടെക്നിക്